ليس بأمانيكم ولا أماني أهل الكتاب من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا ليس بأمانيكم കാര്യം നിങ്ങളുടെ വ്യാമോഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല വലാ അമാനി അഹ്ലിൽ കിതാബ് വേദക്കാരുടെയും വ്യാമോഹത്തിന്റെ അടിസ്ഥാനത്തിലുമല്ല മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി ആരെങ്കിലും തിന്മ വല്ലതും പ്രവർത്തിച്ചാൽ അവർക്ക് അതിന്റെ ശിക്ഷ നൽകപ്പെടുന്നതാണ് വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ അവൻ പടച്ചവനല്ലാത്ത ഒരു സഹായിയെയും രക്ഷാധികാരിയെയും അവന് എത്തിക്കുന്നതുമല്ല ومن يعمل ആരെങ്കിലും പ്രവർത്തിച്ചാൽ മിനസ്സാലിഹാത്ത് സൽപ്രവർത്തനങ്ങളിൽ നിന്നും വല്ലതും പ്രവർത്തിച്ചാൽ മിൻ ദകരിൻ ഔ ഉൻസാ ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും ആരെങ്കിലും സൽക്കർമ്മങ്ങൾ വല്ലതും അനുഷ്ഠിച്ചാൽ വഹുവ മുഅ്മിൻ അവൻ സത്യവിശ്വാസിയാണ് ആ നിലയിൽ പ്രവർത്തിച്ചാൽ ഫൗലൈക യദ്ഖുലൂനൽ ജന്ന അത്തരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് വലാ യുളമൂന നഖീറാ അവരോട് അല്പം പോലും അക്രമം ഉണ്ടാകുന്നതല്ല. ഒരു സന്ദർഭത്തിൽ മുസ്ലിംകളും യഹൂദികളുമായ ആളുകൾക്കിടയിൽ ഒരു തർക്കം നടന്നു. ഇന്നും അത്തരം തർക്കങ്ങൾ നമുക്കിടയിൽ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സംഘടനകൾക്ക്, സമുദായങ്ങൾക്കിടയിൽ നടക്കാറുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല, കാരണം ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മഹാത്മാക്കൾ വഴി അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബം, പ്രസ്ഥാനം, ഗ്രന്ഥം വഴി ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. മുസ്ലിംകൾ പറഞ്ഞു, ഞങ്ങൾ നിസ്സാരക്കാരല്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ്. പടച്ചവന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് എന്തെല്ലാ തിന്മകൾ കാണിച്ചാലും ഞങ്ങൾക്ക് രക്ഷ കിട്ടും. മറുഭാഗത്ത് യഹൂദികൾ പറഞ്ഞു, ഞങ്ങളോ മഹാനായ മോശയുടെ അനുയായികളാണ്. ഞങ്ങളുടെ പരമ്പരയിൽ ധാരാളം പ്രവാചകന്മാർ ഉദയം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വേദത്തിന്റെ വക്താക്കളുമാണ്.
അതുകൊണ്ട് എന്ത് തിന്മ ചെയ്താലും നമുക്കും ഒരു കുഴപ്പവുമില്ല, സുഖമായി സ്വർഗപ്രവേശനം ലഭിക്കും. അപ്പോൾ പടച്ചവൻ ഈ ആയത്ത് അവതരിപ്പിച്ചു. മഹാന്മാരായ സഹാബികൾ നിലവിളിച്ചു പോയ ആയത്താണ്. ആദരണീയ ഗുരുവര്യൻ മൗലാന മുഹമ്മദ് മൻദൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തോതി ദർസ് നടത്തിയപ്പോൾ വല്ലാതെ കണ്ണീർ വാർക്കുകയുണ്ടായി. ലൈസ ബിഅമാനിയികും വലാ അമാനി അഹ്ലിൽ കിതാബ്. വിഷയം വ്യാമോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ വ്യാമോഹം കൊണ്ട് ഒന്നും ചെയ്യാതെ വെറുതെ വ്യാമോഹങ്ങളുമായി ഇരിക്കുന്നത് കൊണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല, വേദക്കാരെ നിങ്ങൾക്കും യാതൊരു ഗുണവുമില്ല. ലൈസ ബിഅമാനിയികും വലാ അമാനി അഹ്ലിൽ കിതാബ്. നല്ലവർക്ക് നല്ല അന്ത്യം, മോശപ്പെട്ടവർക്ക് മോശമായ അന്ത്യം. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. പിടിച്ചു കുലുക്കിയതുകൊണ്ട് ആദ്യം തിന്മയെപ്പറ്റി പറയുന്നു. ആരെങ്കിലും മുസ്ലിമാകട്ടെ യഹൂദിയാകട്ടെ, വലിയ കുടുംബക്കാരൻ, വലിയ സംഘടനക്കാരൻ, വലിയ സ്ഥാപനക്കാരൻ, വലിയ പ്രസ്ഥാനക്കാരൻ, വലിയ മതക്കാരൻ, ആരുമാകട്ടെ തിന്മ വല്ലതും പ്രവർത്തിച്ചാൽ അതിന് തിരിച്ചടിയുണ്ടാകും. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. പടച്ചവൻ നമ്മെ കാക്കുമാറാകട്ടെ. ഇന്ന് വ്യാപകമാണ് ഇത്തരം ചിന്താഗതികൾ. ഒരു കുഴപ്പവുമില്ല, വെറുതെ ജീവിച്ചാൽ മതി, നേരെ സ്വർഗത്തിൽ കടക്കും. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ഗാലിയ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അറിയണം, പടച്ചവന്റെ ചരക്ക് വളരെ വിലപിടിച്ചതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, പടച്ചവന്റെ ചരക്ക് സ്വർഗമാണ്. അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. ഈ സമയത്ത് അത് കിട്ടും. അല്ലെങ്കിൽ ജീവിതം പാപത്തിലായി കഴിയുകയാണെങ്കിൽ അവസാനം പാപത്തിൽ മുങ്ങി സത്യവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. എത്ര വലിയ കുടുംബക്കാരനാകട്ടെ, എത്ര വലിയ സംഘടനക്കാരനാകട്ടെ. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹ് ولا يجد له من دون الله وليا ولا نصيرا. ആരെങ്കിലും യഥാർത്ഥ ഉടമസ്ഥന് എതിർ പ്രവർത്തിച്ചാൽ, ഈ ലോകത്ത് മുഴുവനും സ്വന്തമായി നിയന്ത്രിക്കുന്ന പടച്ചവന് എതിരായി ജീവിച്ചാൽ അവന് ശിക്ഷ നൽകപ്പെടും. പടച്ചവനല്ലാത്ത ആരും അവനെ പിന്തുണയ്ക്കാനോ അവനെ രക്ഷിക്കാനോ അവനെ സഹായിക്കാനോ ഉണ്ടാകുന്നതല്ല. പടച്ചവന്റെ അനുമതി കൂടാതെ ആരും അവനെ സഹായിക്കുന്നതല്ല, ആരും അവനെ രക്ഷിക്കുന്നതല്ല. ആ പടച്ച അനുവദിച്ചു നബിമാരോട് പൊക്കിയെടുത്ത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലോട്ട് ഇട്ടോളാൻ പറഞ്ഞു. ആ രക്ഷ കിട്ടും. പക്ഷെ അതും പടച്ചവന്റെ അധികാരമാണ്. വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹ്, പടച്ചവന്റെ തീരുമാനമില്ലാതെ അവർക്കൊരു സഹായിയെയും ഒരു കൂട്ടുകാരനെയും ലഭിക്കുന്നതല്ല. പടച്ചവനെ അവർ വിട്ടെറിഞ്ഞാൽ, പടച്ചവനെ അവർ അവഗണിച്ചാൽ അവർക്ക് പടച്ചവനല്ലാത്ത ഒരു സഹായിയും രക്ഷാധികാരിയും ഉണ്ടാകുന്നതുമല്ല. ഇനി തിരിച്ച്, വമൻ, ആരെങ്കിലും എത്ര താഴ്ന്ന കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നാലും, എത്ര താഴ്ന്ന സംഘടനയിൽപ്പെട്ട ആളായിരുന്നാലും, നിങ്ങൾ നിന്ദ്യരായി ഗണിക്കുന്ന ആളുകളിൽപ്പെട്ടവരായിരുന്നാലും, രണ്ട് ഗുണങ്ങളുണ്ടോ?
ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن ആണാകട്ടെ പെണ്ണാകട്ടെ ആരുമാകട്ടെ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കിടയിലും ഈ വീരവാദമുണ്ടാകാറുണ്ട്. ഞങ്ങളാരാ ഇന്ന പുരുഷന്റെ പിൻഗാമി, ഞങ്ങളാരാ ഇന്ന സ്ത്രീയുടെ പിൻഗാമി. ആരുമായി കൊള്ളട്ടെ, 2 ഗുണങ്ങളുണ്ട്. ഒന്ന് ഈമാൻ, 2 സ്വാലിഹായ അമലുകൾ. മനസ്സ് സത്യവിശ്വാസം കൊണ്ട് പ്രകാശിപ്പിച്ചു, ശരീരം സൽക്കർമ്മങ്ങളെ കൊണ്ട് സമ്പന്നമാക്കി. فأولئك يدخلون الجنة അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതെ, സ്വർഗം ലഭിക്കാൻ കുറച്ച് അധ്വാനിക്കണം, കുറച്ച് പരിശ്രമിക്കണം. സ്വർഗം പടച്ചവന്റെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ടാണ് ലഭിക്കുന്നത്. പടച്ചവന്റെ അനുഗ്രഹവും ഔദാര്യവും പടച്ചവനെ അനുസരിക്കുന്നവരിലേക്ക് മാത്രമാണ് തിരിയുന്നത്. അതുപോലെ ജീവിതം മുഴുവനും നന്മയുടെ വഴിയിൽ ചെലവഴിക്കുന്നവരിലേക്കുമാണ് തിരിയുന്നത്. പടച്ചവന്റെ മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ, ആ കുടുംബക്കാരൻ ഈ കുടുംബക്കാരനെന്നോ, ആ സംഘടനക്കാരൻ ഈ സംഘടനക്കാരനെന്നോ യാതൊരു വിവേചനവുമില്ല, വേർതിരിവുമില്ല. ഒരൊറ്റ നിബന്ധനയുണ്ട്, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമുണ്ടോ. ഫൗലായിക യദ്ഖുലൂനൽ ജന്ന, ഇത്തരം ആളുകളെ പടച്ചവൻ സമുന്നത സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വലാ യുളമൂന നഖീറാ, അവർ അല്പം പോലും ആക്രമിക്കപ്പെടുന്നതല്ല. ഈത്തപ്പഴ കുരുവിന്റെ പാടയുടെ അത്ര പോലും ആക്രമിക്കപ്പെടുന്നതല്ല. എന്താണ് അക്രമം? അവർ ചെയ്ത ഒരു നന്മയെക്കുറിച്ചും ചെയ്തില്ല എന്ന് പറയപ്പെടുന്നതല്ല, ചെയ്യാത്ത ഒരു തിന്മയെക്കുറിച്ചും ചെയ്തു എന്നും പറയപ്പെടുന്നതല്ല. ഈ ലോകത്ത് അധികാരികളായവർ, പത്രപ്രവർത്തകർ, പ്രാസംഗികർ ചിലപ്പോൾ നമ്മളുടെ നന്മകളെ ചെയ്തില്ല എന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഇല്ലാത്ത തിന്മകളെ മുതുകിലെടുത്ത് വെച്ചേക്കാം. അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യാമോഹം മാത്രം കൊണ്ട് കാര്യം നടക്കുകയില്ല, യാഥാർത്ഥ്യം കൂടി വേണം. ഫൗലായിക യദ്ഖുലൂനൽ ജന്ന വലാ യുളമൂന നഖീറാ, പടച്ചവനെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്ന സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ.